ഈ ഫുഡിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇവർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഡ്രഗാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അത് ഞാൻ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡ്രഗ് ആണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഇങ്ങനെ ആൾക്കാരെ കൺവിൻസ് ചെയ്യും പണത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ. കാരണം തുടക്കത്തിൽ കിട്ടുന്ന 2 ആഴ്ചയിലെ റിസൾട്ടാണ് ഇവന്മാർ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഈ മഞ്ഞളിപ്പ് കാണിച്ച് കുടുംബം നശിപ്പിക്കുന്ന ഒരു അവസ്ഥ എത്തിക്കുന്നത്. എത്ര ആൾക്കാരെ കുടുംബം നശിപ്പിച്ചെന്നറിയോ? ഇത് കുടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സിൻ്റെ കൂട്ടുള്ള ഫീലിംഗ് ആണ്. അതായത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 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 വേണമെന്ന് തോന്നും. 1000 രൂപ വെച്ച് 1000 വേറെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഒറ്റയടിക്ക് വന്ന് ചേരും. ഈ 10 ലക്ഷം രൂപയിൽ കുറഞ്ഞതൊരു 6-7 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വൻ ടാക്സ് വെട്ടിപ്പാണ് നടക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് അതുൽ, എൻ്റെ സ്ഥലം മലയങ്കീഴാണ്. ഞാൻ ഒരു എക്സ് സർവീസ് മാനാണ്, ഞാൻ ഒരു ആക്ടറും കൂടാണ്. ഞാൻ ഈ ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്, ഇതിൻ്റെ ബിസിനസ്സും കൂടെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എന്തും കൊണ്ട് ഈ ഒരു ഹെർബാലൈഫ് ന്യൂട്രീഷന് എതിരെ ഞാനിപ്പോൾ മീഡിയയിൽ വന്ന് പറയുന്നു എന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് ഇത് കുടിച്ചുണ്ടായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതെനിക്ക് ഒരു മകൻ എന്നുള്ള രീതിയിൽ എനിക്കത് സഹിക്കുന്നതിനും അപ്പുറമാണ്. ഞാൻ ഈ പറയുന്ന ഈ ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്നുള്ള ഷേക്ക് രാവിലെ 4 F1, 2 പ്രോട്ടീന്, 2 ഫൈബർ, 2 ഷേക്ക് മേറ്റ്, വൈകുന്നേരം അതുപോലെ ഉള്ള സപ്ലിമെൻറ്റ്സ് എല്ലാം കഴിച്ച്, അതുപോലെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ വന്ന് പ്രൊമോഷനായിട്ട് ചെയ്തിട്ട് വരെയുണ്ട്. ഇത് കുടിക്കൂ, അത് കുടിക്കൂ, ഇത് കുടിക്കൂ, അത് കുടിക്കുന്നു വരെ ചെയ്തിട്ട് വരെയുണ്ട്. എന്നിട്ട് പോലും ഞാനിപ്പോൾ ഇതിനെതിരെ സംസാരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വൈകിയാണ് സത്യം മനസ്സിലായത്. വൈകി മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഈ ഷേക്ക് കുടിക്കെ പോകെ ഇടയ്ക്ക് വയ്യാതാകും, വീണ്ടും ശരിയാകും, ഇടയ്ക്ക് വയ്യാതാകും, വീണ്ടും ശരിയാകും. ഇങ്ങനെ ഒറ്റ ഒരു ഫുൾ സ്റ്റോപ്പായിരുന്നു അമ്മയ്ക്ക്. തീരെ വയ്യാതായി. ഞാൻ ആലോചിച്ചു, എൻ്റെ അമ്മയ്ക്ക് എല്ലാ സപ്ലിമെൻറ്റ്സും ഞാൻ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് വയ്യാതെ വന്നു എന്ന് ഞാൻ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ഫുഡ് എന്ന് പറഞ്ഞിറങ്ങുന്ന ഈ ന്യൂട്രീഷനിൽ ഹെവി ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്. അതായത് BP-ക്ക്, ഷുഗറിന്, കൊളസ്ട്രോളിന്, ആർത്രൈറ്റിക്സിന്, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ മരുന്ന് ഉപയോഗിക്കത്തില്ല. അതുപോലെ പെയിൻ കില്ലേഴ്സ് ഇല്ലേ, ഇതുപോലത്തുള്ള സാധനങ്ങൾ ഈ ഫുഡിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ചിലർക്ക് എന്തെങ്കിലും വ്യത്യാസം വരും, ചിലർക്ക് വ്യത്യാസം വരത്തില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യും? ഈ ക്ലബ്ബിലെ അറ്റ്മോസ്ഫിയർ, ഇവരുടെ ഫോളോ അപ്പ്, ഇവരുടെ രീതി, കാര്യങ്ങളൊക്കെ കണ്ട് ഈ തുടക്കത്തിൽ ഈ ഡ്രഗ്സ് എടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു 2 ആഴ്ചക്കുള്ളിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരും. ഈ മാറ്റം വരുമ്പോഴാണ് ഇവർ ഈ ക്ലബ്ബിൽ ഇരിക്കുമ്പോൾ പറയും, നമ്മുടെ ഒരു സാറുണ്ട്, വിഭൂനിധി എന്നാണ് പേര്, പുള്ളി വലിയ സംഭവമാണ്, പുള്ളി ഇൻ്റർനാഷണൽ ട്രെയിനറാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ സെമിനാറുകൾക്ക് കൊണ്ടുപോയി ഈ റിസൾട്ടൊക്കെ പറയിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടാണ് ആൾക്കാരുടെ കണ്ണ് മഞ്ഞളിക്കുകയും അവർ വിചാരിക്കും, ഓ ശരിയാണല്ലോ, നമ്മുടെ അമ്മയ്ക്ക് റിസൾട്ട് കിട്ടി, നമ്മുടെ കൂടെ വന്നവർക്ക് റിസൾട്ട് കിട്ടി, അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും എന്ന് പറഞ്ഞാണ് നമ്മളെ ഇവർ ക്യാൻവാസ് ചെയ്ത് വീഴ്ത്തുന്നത്. അപ്പോൾ നമ്മളെന്താണ്, ഈ ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് എന്ന് ഈ ബോർഡുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ ഇരിക്കുന്ന ആൾക്കാർ ഒരു ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്ന് വെച്ചായിരിക്കും നമ്മൾ ഇവരുടെ അടുത്തോട്ട് കയറി പോകുന്നത്. എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ പോയത്, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇതുപോലെ വല്യവളയിൽ ഒരു സ്ഥാപനമുണ്ട്. ഇപ്പോൾ വല്യവള വേറെ ആൾക്കാരാണ് നടത്തുന്നത്, നേരത്തെ വിഭൂനിധിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്ത് തരും, നിങ്ങളുടെ അമ്മയുടെ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അതുകൂടാതെ കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അവിടെ പോവുകയും ഇവർ വെയിറ്റ് ചെക്ക് ചെയ്ത് ഒരു ഡോക്ടർ സംസാരിക്കുന്ന പോലെയാണ് ഇവർ സംസാരിച്ചത്. അമ്മയ്ക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊരു ഡോക്ടറെ കാണേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ സാർ വിഭൂനിധി ഇൻ്റർനാഷണൽ വെൽനസ് ട്രെയിനറാണ്. അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ഡോക്ടർമാരുമായിട്ട് സഹകരിച്ച് അവരുടെ അറിവുകളെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല എന്നൊക്കെയുള്ളൊരു ധാരണയിലാണ് ഇവർ പറയുന്നത്. അതുകൂടാതെ ഞങ്ങൾ ന്യൂട്രീഷൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഡയറ്റീഷ്യനാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞ് അപ്പോൾ ഒരു പുതുതായിട്ട് വരുന്ന ആൾക്ക് നമ്മൾ അത്രയും ഡീറ്റെയിൽഡായിട്ടൊന്നും ചിന്തിക്കുന്നത്. നമ്മൾ ഇവരുടെ കൺവിൻസിങ് സ്റ്റാർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതേ രീതി നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മൾ ആയിപ്പോയാണ് ഞാൻ അന്നത്തെ സമയത്ത് നമുക്ക് ഇതുപോലെ ഇതിനകത്ത് കുറേ കാര്യമുണ്ട്. ഈ ഫുഡിൻ്റെ വില എന്ന് പറയുമ്പോൾ 2276 രൂപയാണ് ഫുൾ എമൗണ്ട്. ഈ എമൗണ്ടിനായിരിക്കും നമ്മൾ അവിടുന്ന് ഫുഡ് എടുക്കുകയോ അല്ലെങ്കിൽ ദിവസവും പോയി 250 രൂപ 300 രൂപ കൊടുത്തുള്ള ഷേക്ക് കുടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പോകെ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്ക് തുടക്കത്തിലുള്ള നല്ല വ്യത്യാസം വരും, നമ്മുടെ വെയിറ്റ് കുറയും ഒക്കെ ചെയ്യും. എന്നിട്ട് ഇവർ ഡയറ്റ് പറഞ്ഞു തരും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇവരാരാണെന്ന് പോലും അറിയത്തില്ല. എന്നിട്ടൊക്കെ ഇങ്ങനെയുള്ള
ക്യാൻവാസിങ് എല്ലാം ചെയ്ത് നമ്മളവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരോ ഇൻഡയറക്റ്റായിട്ട് ഇവർ മാർക്കറ്റിംഗ് ചെയ്യും. ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് എന്ത് ചെയ്യും, കുറേ സപ്ലിമെൻറ്റ്സ് ഒക്കെ വാരി 10-25 എടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഈ 25 സപ്ലിമെൻറ്റ് എങ്ങനെയാണ് ഒരാൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും സപ്ലിമെൻറ്റ് എങ്ങനെ ഒരാൾ കഴിക്കുന്നത്? അപ്പോൾ അവർ പറയും ഇത് ഫുഡാണ് എന്നുള്ള രീതിയിലാണ് നമ്മളെ ഇവർ ക്യാൻവാസ് ചെയ്യുന്നത്. ആരായാലും വിശ്വസിച്ച് പോകും. അതുകൂടാതെ ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കുക. ഇപ്പോൾ ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്ന ആളാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് പറയുക, ഓ നീ ഇവിടെ വന്നതിന് ശേഷം രക്ഷപ്പെട്ടല്ലോ, നിനക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ല ലൈഫ് സ്റ്റൈലായല്ലോ. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവൻ വിചാരിക്കും ഇവിടെ വന്നാൽ എങ്ങനെ ലൈഫ് സ്റ്റൈലാവും. അങ്ങനെ ഇൻഡയറക്റ്റായിട്ടുള്ള മാർക്കറ്റിംഗ് ഇതിനകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. ഇവർ റിസൾട്ട് കിട്ടിപ്പിക്കുന്നിടത്താണ് ഇവരുടെ വിജയം. ഈ റിസൾട്ട് എങ്ങനെ കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുഡ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടും വരത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഡയറ്റിലാണ് റിസൾട്ട് വരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് റിസൾട്ട് വരുന്നത്. അല്ല ഈ ഫുഡിൻ്റെ മഹത്വമല്ല. ഈ ഫുഡിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇവർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഓൾറെഡി ഡ്രഗാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അത് ഞാൻ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡ്രഗ് ആണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെ ഇത്രയേ എതിർത്ത് സംസാരിക്കുന്നത്. ഈ എതിർത്ത് സംസാരിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് ജീവന് വരെ ഭീഷണിയുണ്ട്. ഡയറക്റ്റ് ത്രെറ്റനിങ് വരെയുണ്ട്. നിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ തട്ടിക്കളയും എന്ന് പറഞ്ഞ വരെയുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ആർമി ജോലി ചെയ്ത ഒരാളാണ്, എനിക്ക് പേടിയൊന്നുമില്ല, വരുവാണെങ്കിൽ ഒറ്റയ്ക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കാം. കാരണം കേരളത്തിൽ ഈ ഒരു തട്ടിപ്പ് സുലഭമായിട്ടുണ്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ അറിയാം. പക്ഷേ ഇതുവരെയായിട്ട് ഒരു മീഡിയയിൽ ഇത് വന്നിട്ടില്ല. കാരണം മീഡിയ വന്നപ്പോഴത്തേക്ക് ഈ അനുഭവിച്ച ആൾക്കാരെല്ലാം പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന്മാർക്ക് വലിയൊരു തട്ടുകേടായി. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഭയങ്കര ശത്രുതയാണ്. നീ നേരത്തെ ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇപ്പോൾ അവരുടെ ജോലി. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ മാത്രമേ ഡിസ്ട്രിബ്യൂട്ടറിന് അധികാരമുള്ളൂ. അതായത് വിൽക്കാൻ വേണ്ടി മാത്രമേ അധികാരമുള്ളൂ. ഇത് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഡയറ്റീഷ്യനോ ഒരു ന്യൂട്രീഷനിസ്റ്റിനോ മാത്രമേ അധികാരമുള്ളൂ. അതുകൂടാതെ ഒരു വണ്ണം കുറയ്ക്കാനോ കൂട്ടാനോ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളോട് ഈ ഡയറ്റീഷ്യൻ പറയണം, നിങ്ങൾ പോയി ഒരു ഫിസീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ ഫുഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേണം ഇവിടെ വരാനെന്ന് ഈ ഫുഡിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് വിപരീതമായിട്ടാണ് ഈ ക്ലബ്ബിലിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർമാർ, ഞാൻ വെൽനസ് കോച്ചാണ്, ഞാൻ ഡയറ്റീഷ്യനാണ്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെ വഞ്ചിച്ച് ഇതിനകത്തോട്ട് വരത്തി ഇവർ സെമിനാറുകൾക്ക് കൊണ്ടുപോകും. ഈ സെമിനാറിന് മുമ്പ് ഇവരുടെ ഒരാളുണ്ട്, വിഭൂനിധി എന്നാണ് പേര്. പുള്ളിയാണ് 13 വർഷം മുമ്പ് ഇവിടെ വന്ന് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം ഈ ട്രിവാൻഡ്രത്ത് മൊത്തവും സ്പ്രെഡായത്. തമിഴ്നാട് കുറച്ച് ഏരിയ ഉണ്ട്, ഇത്രയും സുലഭമായിട്ട് ഇവിടെ സ്പ്രെഡാക്കി വിഭൂനിധിയാണ്. ഈ വിഭൂനിധിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലബ്ബിൽ വരുന്ന ഫാമിലീസിനെ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്ന് പറയും, ഓ നിങ്ങളുടെ ഭാര്യ അത്ര ആക്റ്റീവ് അല്ലല്ലോ, എന്താണ് സാറിൻ്റെ ചിലവിനാണോ കഴിയുന്നത്, ഇങ്ങനെ പറയും. ഭർത്താവില്ലാതോ ഭാര്യയോട് പറയും, നിങ്ങളുടെ സാറിൻ്റെ ഭർത്താവ് ഒരു ഭയങ്കര മുരടനാണ്, അല്ലെങ്കിൽ സീരിയസ് ഉള്ള ആളാണ്. ഇങ്ങനെ ക്ലബ്ബിൽ വരുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ഒരു ഹസ്ബൻഡിനെ വൈഫിനെ തെറ്റിക്കാനായിട്ട് നോക്കി. എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അതുകൂടാതെ ഇൻഡയറക്റ്റായിട്ട് ഇത്ര സപ്ലിമെൻറ്റ് കഴിക്കുക. ലോകത്ത് എത്ര ഫുഡായാലും നമ്മൾ ഈ ടാബ്ലറ്റ് ഫോം വരുന്ന സാധനം ഒരു 10, 12, 13 ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ വടിയായിപ്പോവും. ഇവൻ ഇത് കഴിച്ചിട്ട് നേരെ ആൾക്കാർ കാണാതെ ഇവൻ ബാത്റൂമിലോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളിട്ട് ഇവൻ പോവും. പക്ഷേ ഈ കാണുന്നവരെന്ത് വിചാരിക്കും, അയ്യോ ഈ പുള്ളിക്കാരൻ ഇത്രയും സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കും ഇത് എടുക്കണം. അപ്പോൾ ഇവൻ ഇൻഡയറക്റ്റായിട്ട് പറയുക ചെയ്യുന്നത്, ഈ സാധനങ്ങളെല്ലാം എങ്ങനെയെങ്കിലും എടുപ്പിക്കണം എന്നുള്ള രീതിയിൽ. കാരണം ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ഇവന് കമ്മീഷനായിട്ട് ചെക്ക് വരും. പകുതി ആൾക്കാർക്കും തുടക്കത്തിൽ ഒരു 1-2 മാസം കൺഫ്യൂഷനാണ്, ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഇത് പക്ക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അതായത് ചെയിൻ സിസ്റ്റമാണ് ഇത് നടക്കുന്നത്. അതായത് ഒരാളെ അടി പിടിച്ചിടുക ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഈ തുടക്കത്തിൽ വന്ന റിസൾട്ട് ഏകദേശം ഒരു 2 മാസത്തോളം അമ്മ എടുത്തപ്പോഴത്തേക്ക് ഇച്ചിരി ഒരു വേരിയേഷനിൽ ഇങ്ങനെ ഇച്ചിരി മാറ്റം വരും, ഇച്ചിരി നന്നാവും, ഇച്ചിരി മാറ്റം വരും, നന്നാവും, ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഈ ഫുഡിൻ്റെ അമിതമായിട്ടുള്ള വില സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഇത്രയുള്ളൊരു ഫുഡിന് ഇത്ര എന്താണ് വില? സ്വർണ്ണത്തിന് വില കൂടുതലല്ലേ? അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? അതുപോലെ ഈ ഫുഡിന് വില കൂടുതൽ. അപ്പം ഞാൻ പറഞ്ഞു, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഫുഡ് കിടപ്പുണ്ടല്ലോ, അപ്പം നമുക്കത് എടുത്തുകൂടെ? അയ്യോ അതെടുക്കരുത്, അത് കൂവപ്പൊടിയാണ്. ഞാൻ ചോദിച്ചു കൂവപ്പൊടി അതെന്തൊരു പൊടി? അതൊരു പൊടിയാണ്, അങ്ങനെയൊക്കെയാണ്. ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാൻ വേണ്ടി വേറെ ആൾക്കാർക്ക് ഇതിന് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ അങ്ങനല്ല,
ഡ്യൂപ്ലിക്കേറ്റ് ആണ്, നമ്മുടെ സാറിനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരെ പോലും ഇവർ കൺവിൻസ് ചെയ്തു. അപ്പം ഞാൻ ഇത്രയേ ചിന്തിച്ചുള്ളൂ, എൻ്റെ അമ്മ ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പം ഞാൻ പോകുമ്പോൾ നിങ്ങളെന്തിനാണ് വെറുതെ ഇരിക്കുന്നത്, നിങ്ങളും കുടിയെന്ന് പറഞ്ഞിട്ട് ഞാനും ആ സമയത്തെടുത്ത് ഇത് കുടിക്കുമായിരുന്നു. ഇത് കുടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സിൻ്റെ കൂട്ടുള്ള ഫീലിംഗ് ആണ്. അതായത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 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 വേണമെന്ന് തോന്നും. സിഗരറ്റിനും മദ്യപാനമൊക്കെ നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ട് അത് വേണമെന്നുള്ള ടെൻഡൻസിയുടെ കൂട്ടി ഫുഡ് എടുക്കുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഇത് വേണമെന്നുള്ള ടെൻഡൻസി തോന്നും. അപ്പം ഞാനും കുടിച്ചതിനകത്ത് എനിക്കും ദിവസം കുടിക്കണമെന്നായി, എൻ്റെ അമ്മയ്ക്കും ഹെൽത്ത് കിട്ടി, ഇങ്ങനെ പോകുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ കുടിയായപ്പോഴത്തേക്ക് ഒരു മാസം എങ്ങനെ പോയാലും ഒരു 10-20,000 രൂപ ചിലവാണ് ആ ക്ലബ്ബിൽ. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പ്രഷറായി, ഇതിന് ഇത്രയും പൈസ ഒരു മാസം ഒപ്പിക്കണമല്ലോ. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോൾ ചെറിയ റിസൾട്ടൊക്കെ വന്നു തുടങ്ങിയില്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളും വേറെ ഗസ്റ്റുകളെ കൊണ്ടുപോകാം, നമ്മൾ അവർക്ക് ഹെൽത്ത് എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ധാരണ എന്താണ്, ഇവർ ന്യൂട്രീഷനിസ്റ്റാണ്, വെൽനസ് കോച്ചാണ്, അതുകൂടാതെ ഇവർക്ക് ഡയറ്റീഷ്യൻ്റെ പരിപാടിയുണ്ട്, ഇവർക്ക് ഡോക്ടർമാരുടെ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള വിശ്വാസം ഞാനും വേറെ ആൾക്കാരെ ഇവൻ്റെ അടുത്ത് കൊണ്ടുചെന്നിട്ട് അവരോടും പറയും ഇതുപോലെ സെമിനാറുകൾക്ക് വരാൻ പറയും. ആ സെമിനാറിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് ആ സെമിനാറിന് അവർ ചാർജ് ചെയ്യുന്നത്. ആദ്യമേ നടന്നുകൊണ്ടിരുന്ന നാഗർകോവിലാണ് ഈ സെമിനാർ നടന്നുകൊണ്ടിരുന്നത്. അതിന് കോവിഡിന് വരെ ഇവന്മാർ സെമിനാർ നടത്തിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. നാഗർകോവിൽ സെമിനാർ നടത്തി, അവിടെ അതിനുശേഷം ഉദയ കൺവെൻഷൻ സെൻറ്ററിൽ സെമിനാർ നടത്തി, അതിനുശേഷം ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള അൽസാജിലായിരുന്നു കൺവെൻഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ മേവ കൺവെൻഷൻ സെൻറ്റർ വർക്കലയിലാണ് നടത്തുന്നത്. സെമിനാറുകൾക്ക് പോകുമ്പോൾ ഇവരുടെ മെയിൻ പരിപാടി പൈസ ഒരിക്കലും അക്കൗണ്ടിലോട്ട് ഇടാൻ ഇവർ സമ്മതിക്കത്തില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് പൈസ കൊടുക്കാൻ പറയും. അപ്പം ഞാൻ ചോദിച്ചു എന്തും കൊണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് തരുന്നത്, അല്ല അത് അങ്ങനെയാണ് സൗകര്യം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത്രയും ചിന്തിക്കത്തില്ല. നമ്മൾ ഈ അകത്ത് കയറുമ്പോഴത്തേക്ക് കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഡാൻസ് കളിക്കുന്നു, തുള്ളുന്നു, അതുകൂടാതെ ഈ വിഭൂനിധി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൂവിട്ട് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. സെമിനാർ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയും, അതുകൂടാതെ ഇതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് കാണിക്കും. അതിന് ശേഷം പറയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷുഗർ ഉണ്ടോ, അപ്പോൾ ചിലർ പറയും ഷുഗർ ഇല്ല, അയ്യോ എന്നാൽ ഉടനെ ഒരു ആംബുലൻസ് വിളിക്കണം, എന്തിനാണ് വിളിക്കുന്നത്, അയ്യോ ഷുഗർ എല്ലാവർക്കും ഉണ്ട്, അത് നോർമലായിട്ടിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അസുഖം മാറിയ ആൾക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അസുഖം മാറി വെയിറ്റ് കുറച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് ഇവരെ സ്റ്റേജ് കയറ്റിയിട്ട് പറയും നിങ്ങൾക്ക് എന്ത്, അപ്പോൾ മൈക്ക് നമ്മുടെ കയ്യിൽ തരത്തില്ല, ഇവർ മൈക്ക് ദൂരെ നിന്ന് വിളിച്ചിട്ട് പറയും, സംസാരിക്കാൻ പറയും. അപ്പോൾ പറയും എനിക്ക് ഇതിനകത്ത് വന്ന് 30 കിലോ കുറഞ്ഞു, ഞാൻ വിഭു സാറിൻ്റെ ക്ലബ്ബിലാണ് പോയി, 30 കിലോ കുറഞ്ഞു, എനിക്ക് BP-യും ഷുഗറും കൊളസ്ട്രോൾ എല്ലാം മാറി. ഇതെന്തും കൊണ്ടാണ് മാറിയെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഫുഡിനകത്ത് ഡ്രഗ്സ് കലക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഈ ഡ്രഗ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് 2 ആഴ്ച ഇവർ ഷേക്ക് കുടിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് അതിലൊരു വ്യത്യാസം വരും. ഇവർക്ക് ആ സമയം കൊണ്ട് ബിസിനസ്സിൽ ഇറക്കാൻ സൗകര്യമാണ്. അപ്പോൾ ഈ പാവം പിടിച്ചവന് കിട്ടിയ റിസൾട്ട് സ്റ്റേജ് വിളിച്ചങ്ങ് പറയും. വിളിച്ച് പറയുമ്പോൾ ഇവൻ പറയും ഞാൻ ഡോക്ടറെ ഇനി ഞാൻ കാണുന്നില്ല, മരുന്നെല്ലാം നിർത്തി. ഉടനെ അടുത്തിരിക്കുന്നവൻ ഇവരെ തട്ടിയിട്ട് അങ്ങനെ പറയരുത്, പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അതിനകത്ത് നടക്കുന്നത്. പിന്നെ ഞാൻ ഈ ഫുഡ് അമ്മയ്ക്ക് റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ കുറേ ഗസ്റ്റുകളെ കൊണ്ടുവന്നപ്പോൾ ഇവരെനിക്ക് എന്ത് ചെയ്തു, ഇവർ ഫുഡ് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് കമ്മീഷനായിട്ട് പൈസ തന്നു തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണ് എനിക്ക് പൈസ തരുന്നത്, അത് നിങ്ങൾ കൊണ്ടുവന്ന ഗസ്റ്റ് അല്ലേ, നമ്മുടെ ഇതിനകത്തൊരു സിസ്റ്റമുണ്ട്, അതായത് 50% വരെ ഈ പ്രൊഡക്റ്റ് ഡിസ്കൗണ്ട് കിട്ടും. 25% തുടങ്ങും, 35%, 42%, 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ 25% എടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നവൻ്റെ നിന്ന് ഫുൾ എമൗണ്ട് മേടിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ 25% കമ്മീഷനായിട്ട് തരും. അവൻ താഴെ ID ഇടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പൈസയായിട്ട് അക്കൗണ്ടിൽ വരും. അപ്പം ഞാൻ ആലോചിച്ചു, തുടക്കത്തിൽ ആലോചിച്ചു, ഞാനിപ്പോൾ നടന്ന സംഭവമാണ് മുമ്പേ കണക്ട് ചെയ്ത് പറഞ്ഞത്. തുടക്കത്തിൽ ഞാൻ ആലോചിച്ചു, എൻ്റെ അമ്മയ്ക്ക് ഹെൽത്ത് കിട്ടുന്നുണ്ട്, കൂടെ വന്നവർക്ക് ഇപ്പോൾ തുടക്കത്തിൽ ഹെൽത്ത് കിട്ടുന്നുണ്ട്, അപ്പോൾ ഇത് കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് പോവുകയാണ് ഇവരെന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, ഇത് നീ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്ക്, നീ ഒരു ന്യൂട്രീഷൻ ബിസിനസ് തുടങ്ങും, നീ ഒരു ആർമിക്കാരനും കൂടെ ആകുമ്പോഴത്തേക്ക് ഫിസിക്കലി ഒക്കെ നല്ല ഫിറ്റായിരിക്കും, ആൾക്കാർ ഇതാവും. അപ്പം ഞാൻ പറഞ്ഞു ഈ പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ ഒരു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, അങ്ങനെ ആരെങ്കിലും ഡോക്ടറായിരിക്കും, അത് കുഴപ്പമില്ല. വിഭൂനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ വെൽനസ് ട്രെയിനറാണ്, ഡോക്ടർമാരെല്ലാം പുള്ളിയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്, ഡോക്ടർമാർക്ക് പുള്ളിയാണ് ക്ലാസ് കൊടുക്കുന്നതാണ് പറയുന്നത്. ഇതൊക്കെ വിശ്വസിച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ എല്ലാം കൂടെ എടുത്തിട്ട് മലയൻകീഴ് ക്ലബ്ബ് തുടങ്ങി. മലയൻകീഴ് ക്ലബ്ബ് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്തോട്ട് വരുന്ന ആൾക്കാരൊക്കെയാണ്
ക്രിയാറ്റിന് പ്രശ്നമുള്ളവർ, ഹെവി ആയിട്ടുള്ള പ്രശ്നമുള്ളവർ. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് മനസ്സിലായി. കാരണം ഇതിനകത്ത് ആകെ 3 F1 2 പ്രോട്ടീൻ ഇതിലായിട്ട് കലക്കും കൊടുക്കും, അല്ലെങ്കിൽ കുറേ വെയിറ്റ് കൂട്ടുള്ള സാധനം കൊടുക്കും. എനിക്കിതെല്ലാം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമെങ്കിലും ഒരു രോഗി ഇങ്ങനെ ഇത്ര സിവിയർ ആയിട്ടുള്ള ഒരാൾക്ക് ഞാനുണ്ട് പകുതി ആൾക്കാരെയും ഒഴിച്ചൊഴിച്ച് വിടും. ആൾക്കാരോട് പറയും ഇത് ഹെവി പ്രശ്നമാണെങ്കിൽ ഡോക്ടറെ തന്നെ കാണുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഒഴിച്ചൊഴിച്ച് വിടും. അപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ബിസിനസ്സിലെ വോളിയങ്ങൾ നടക്കത്തില്ല. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസം ഇത്രയും വോളിയം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവർ ചെയ്യുന്നവരുടെ കമ്മീഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ മേളിലുള്ളവന്മാരെന്നെ വിളി തുടങ്ങി, നീ എന്താ വോളിയം ചെയ്യാത്ത, നിനക്ക് ഗസ്റ്റ് വരുന്നില്ലേ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രഷർ എനിക്ക് തരാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാണും, ഡോക്ടർമാരുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. കുറേ ആൾക്കാർ വരും, അവരോട് ഞാൻ പച്ചയ്ക്ക് പറയും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വരാൻ പറയും. അപ്പോൾ ചില ആൾക്കാർ ഡോക്ടറെ കൺസൾട്ട് എൻ്റെ അടുത്ത് കൊണ്ട് പറയും ഇത് 1 മാസം കുടിക്കാമെന്ന് പറഞ്ഞു, എന്നിട്ട് നിർത്തിയേക്കണം, പിന്നെ വേണമെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയും. അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം ഞാൻ എക്സസൈസിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്തു. പിന്നെ ഈ സെമിനാറുകൾക്ക് ഞാൻ കുറേ പോയതുകൊണ്ട്, എൻ്റെ കുറേ ആയിരങ്ങൾ പോയതുകൊണ്ട് ഞാൻ പിന്നെ ഗസ്റ്റുകളെ സെമിനാറിന് പോവാതെയായി. അങ്ങനെ ആയപ്പോഴത്തേക്ക് എൻ്റെ ബിസിനസ് നടക്കാതെ വരികയും എനിക്ക് ക്ലബ്ബിലെ വാടക കൊടുക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കടങ്ങളായി. എൻ്റെ അമ്മ ആ സമയത്ത് എന്ത് ചെയ്തു, ഈ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഈ പ്രൊഡക്റ്റ് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ വരും, ഇടയ്ക്ക് ഉന്മേഷം വരും, ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ വരും, ഉന്മേഷം വരും, ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ വരും, ഇങ്ങനെ വരും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുറ്റബോധമാണ്. കാരണം ഞാൻ ചെയ്യുന്ന ശരിയാണോ, ഞാൻ ഈ ക്ലബ്ബുകളിൽ ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വരുന്ന രോഗികളെ നോക്കുന്നുണ്ട്, ഈ വയ്യാതെ വരുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ പ്രൊഫഷൻ ശരിയാണോ, ഇതിനകത്ത് ഇറങ്ങിയും പോയി അമ്മയ്ക്കും ഈ സാധനം എടുത്ത് കൊടുക്കണം, അങ്ങനെ പല ചിന്തകളും, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഞാൻ നിന്നിരുന്നത്. ഈ നിന്ന സമയത്ത് ഈ സെമിനാറുകൾക്ക് ഇയാൾ കൊണ്ടുപോകും. ഈ സെമിനാറുകൾക്ക് ഇയാൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ക്ലബ്ബ് നടത്തി കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 30,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അത്രയും ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ. സെമിനാറിൻ്റെ ഗുണം, ഇത്രയും ക്ലബ്ബുകളിലെ ഗസ്റ്റിനെ ഒരു ഓഡിറ്റോറിയത്തിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1000 രൂപ വെച്ച് 1000 പേരുടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഒറ്റയടിക്ക് വന്ന് ചേരും. ഈ 10 ലക്ഷം രൂപയിൽ കുറഞ്ഞതൊരു 6-7 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വൻ ടാക്സ് വെട്ടിപ്പാണ് നടക്കുന്നത്. ഇവനെതിരെ ഞാൻ ടാക്സിൽ വരെ കംപ്ലയിൻറ്റ് കൊടുത്തു. എന്ത് നടപടി അവരെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ടാക്സ് അഴിമതി, ഇത് ഏകദേശം വർഷങ്ങളായിട്ട് നടക്കുക ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പരിപാടി വരെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് 1000 രൂപ കൊടുത്ത് ഇങ്ങനെ ആഴ്ച ഇയാളുടെ തെള്ളു കേൾക്കാൻ പോകാൻ വയ്യ. 4 ക്ലാസ് കാരണം ഞാനിതിനകത്ത് ഇറങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിന് നമുക്ക് മനസ്സിലാവും. ഈ തുടക്കത്തിൽ ഈ മായാവലയത്തിൽ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായാലും വീണ് പോകും. അങ്ങനെ അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യാതായി. അങ്ങനെ ഡോക്ടറെ എടുത്തുകൊണ്ട്, അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ് അമ്മയ്ക്ക് ഇങ്ങനെ വരുന്നത്, നമ്മൾ മരുന്നൊക്കെ തരുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഇത്രയും പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇതൊരു ക്ലബ്ബ് നടത്തുന്നുണ്ട്, വെൽനസ് കോച്ചായിട്ട് നടത്തുന്നുണ്ട്, ഡോക്ടറുടെ കൺസൾട്ടേഷനാണ് ഞാൻ വരുന്നവർ പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് അല്ലാതെ കുറേ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വേറൊരാൾ പറഞ്ഞത് കേട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പുള്ളി ഡോക്ടർ ട്രെയിനിങ് കിട്ടിയ ആളാന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ ചീത്തയാണ് വിളിച്ചത്. നിങ്ങൾക്കിത് എന്താണ് സാധനം എന്നറിയാവോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, സാറേ ഇതിനകത്ത് വൈറ്റമിൻസ് മിനറൽസ് ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അങ്ങനല്ലേ? അപ്പോൾ പറഞ്ഞു, ഇത് ഫുഡിൻ്റെ രൂപത്തിലാണ് പുറത്തിറങ്ങുന്നത്, പക്ഷേ അത് ഹെവി മെറ്റൽസ് ആണെന്ന്. എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ അങ്ങനെ ആയിരിക്കത്തില്ല, വിശ്വാസം വന്നില്ല. ഞാൻ പൈസ കൊടുത്ത് 16,000 രൂപ കൊടുത്ത് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതിനകത്ത് ലെഡ്, മർക്കുറി, ക്രോമിയം പോലുള്ള മാരകമായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ചേർത്തിരിക്കുന്നത്. അതുകൂടാതെ മെറ്റാടെക്സ്റ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര നമുക്കൊരു എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ളത്, ഭയങ്കരമായിട്ട് നമുക്കത് എനർജി തരും. അതാണ് അഫ്രഷ് എന്നുള്ള ഡ്രിങ്ക്. അതാണ് കുടിക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ഭയങ്കര ഉന്മേഷം കിട്ടി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സാധനം ചേർത്ത് ഈ നടത്തുന്ന ഡിസ്ട്രിബ്യൂട്ടറിൽ 95% ആൾക്കാരും ജനിക്കുന്ന കുഞ്ഞിന് വരെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് വായിക്കാത്ത വെച്ചത് കൊടുക്കുന്നുണ്ട്. എന്തൊരു ക്രൂരതയെന്നറിയോ സമൂഹത്തിനോട് ചെയ്യുന്നത്. അതൊന്നാമത്തെ കാര്യം. അതുകൂടാതെ ഇവർ 5 വയസ്സിനുള്ള കുട്ടികൾക്ക് താഴെ ഇത് കൊടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. ഗർഭിണികൾ ഇത് എടുക്കരുതെന്നുണ്ട്, അതും ഇവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് ഉപയോഗിച്ച് വന്ന ആൾക്കാരാണെങ്കിൽ ഗർഭിണികൾ എടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് വരെ എടുക്കുന്നുണ്ട്. ഈ ഹെർബാ ലൈഫ് കുടിച്ച് ജനിച്ച പിള്ളേരെ നോക്കിയാൽ മതി, ഒരുമാതിരി ഉണങ്ങി ഒരുമാതിരിയിലെ പൊട്ടന്മാർ റൂട്ടുള്ള അവസ്ഥയിലാണ് പിള്ളേരുടെ രൂപം തന്നെ കണ്ടു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഇത് ഹെർബാ ലൈഫിൻ്റെ കുപ്പി ബാഗൊക്കെ കൊടുക്കുക ചെയ്യുക.
അപ്പോൾ എന്തായാലും ഇത് വീട്ടുകളിൽ ചെല്ലുമ്പോൾ പിന്നെ ലാബിന് സ്പോൺസർ ചെയ്യുക, അങ്ങനെ അപ്പോൾ എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് എന്താ ഹെർബാ ലൈഫ്, അങ്ങനെ ആ കുട്ടികൾ മുഖാന്തരം വീട്ടുകാരെയും ക്യാൻവാസ് ചെയ്ത് സ്കൂളിലെ ടീച്ചർമാരെയും ക്യാൻവാസ് ചെയ്ത് വരും ജനറേഷനെ വരെ നശിപ്പിക്കുന്ന സാധനമാണിത്. ഞാൻ ഒരാളിത് കേരളത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിനകത്തുള്ള 90% ആൾക്കാർ എന്നെ പുറത്ത് കിട്ടിയ കൊല്ലണമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് പറഞ്ഞത്, ഞാനിത് നടത്തിയൊരുത്തനാണ്, ഇത് കുടിച്ചൊരുത്തനാണ്, നിങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ലക്ഷങ്ങൾ ചിലവാക്കി സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ച് വെച്ചൊരുത്തൻ വന്ന് പറയണമെങ്കിൽ അതിൻ്റെ അതെന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എനിക്കെന്താണ് ഇത്രയും സമൂഹത്തിനോട് ഇത്ര ശത്രുത ഉണ്ടാക്കാൻ എനിക്ക് വല്ല ഇതുണ്ടോ? എന്നിട്ട് ഞാൻ വന്ന് പറയുന്നത് ഇതൊരു വരും സമൂഹത്തിനെ ഇല്ലാതാക്കുക ചെയ്യുക. പിന്നെ ഇവർ പറയുന്ന വേറൊരു പോയിന്റ്, വിരാട് കോഹ്ലിയും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതാ കുടിക്കുന്നതെന്ന്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത് കുടിച്ചിട്ടതിന് ശേഷം ഡോക്ടർമാർ താഴെ വന്ന് കമൻ്റ് ഇട്ടു. ഡോക്ടർ സിറിയാക് എബിക് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിവർ സ്പെഷ്യലിസ്റ്റ്, പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ഇത് എങ്ങനെ തോന്നുന്നു പറയുമ്പോൾ പുള്ളി അതെന്ത് ചെയ്ത് പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ആക്കി. അതായത് ഞാൻ പൈസ മേടിച്ച് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നൊരു പരസ്യമാണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു. വിരാട് കോഹ്ലിയും പറഞ്ഞു ഞാൻ പരസ്യം ചെയ്യുന്നതാണെന്ന്. പുള്ളിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഫുഡാണ്. ബട്ട് ഉമ്മർ പറഞ്ഞാൽ വിരാട് കോഹ്ലി 3 നേരം ഈ സാമാനം കലക്കി കുടിക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള രീതിയിലാണ് ഇവർ കൺവിൻസ് ചെയ്യുന്നത്. പിന്നെ ക്ലബ്ബുകളിൽ വരുന്ന കുടുംബങ്ങളെ എങ്ങനെയെങ്കിലും തമ്മിൽ തല്ലിക്കുക, സ്ത്രീകളെ ഡിവോഴ്സായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ, ഇങ്ങനെയുള്ളതൊക്കെയാണ് വിഭൂനിധി ഫോക്കസ് ചെയ്യുന്ന കാര്യം. അയാൾക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ് ഭയങ്കരമായിട്ട് വളരും. കുതുകാല് വെട്ടുക, അടുത്തുള്ളവനെക്കുറിച്ച് മറ്റവനോട് പറയുക, എങ്ങനെ പോയാലും തമ്മിൽ തല്ലിച്ച് അവന് രക്തം ഊറ്റി കുടിക്കുന്ന പോലെ അവൻ്റെ ബിസിനസ് വളർന്ന് മാസങ്ങളോളം ലക്ഷങ്ങൾ അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ് അവൻ്റെ ഒരു ഇത്. ഈ സെമിനാർ നടത്തിയതിന് ശേഷം തൊട്ടാണ് വീട് വരെ വെച്ചത്. കാരണം മാസം എങ്ങനെ പോലും 19 ലക്ഷം രൂപ സെമിനാറിൽ വന്ന് മറിയാം, ടാക്സ് അടയ്ക്കാതെ. ഗവൺമെൻറ്റിനെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതൊക്കെ ഞാൻ ചോദ്യം ചെയ്തു. ഇത് പുറത്തിറങ്ങി എൻ്റെ അമ്മയുടെ ആരോഗ്യം പോയപ്പോൾ ഞാൻ ചോദ്യം ചെയ്തു. പിന്നെ വേറൊരു കാര്യം, ഈ ഫുഡ് 2 നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാനിത് നിർത്തിയപ്പോൾ എനിക്ക് വരെ അടുത്ത ദിവസം ഇത് കുടിക്കണം എന്നുള്ള ടെൻഡൻസിയാണ്. മറ്റേ എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു തരം ഡ്രഗിന് അഡിക്റ്റായ ആൾക്കാരുടെ അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ 2-3 ആഴ്ച കഷ്ടപ്പെട്ടു. ഡോക്ടറിനോട് പറഞ്ഞു സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള നാരങ്ങ വെള്ളം, ഓറഞ്ചൊക്കെ വാങ്ങിച്ച് കഴിച്ച് വെള്ളം കുടിച്ച് നോർമൽ ഫുഡ് കഴിച്ച് എങ്ങനെയെങ്കിലും ആ ടോക്സിൻസ് എടുത്ത് കളയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരെ റിക്കവർ ചെയ്തു വന്നത്. എനിക്കിത് സമൂഹത്തിനെ അറിയിക്കേണ്ടേ? ഇത് കുഞ്ഞുങ്ങൾ കുടിച്ച് നശിക്കുന്നില്ലേ, സ്ത്രീകൾ കുടിച്ച് നശിക്കുന്നില്ലേ, കുടുംബങ്ങൾ നശിക്കുന്നില്ലേ? ഒരു കിന്നാരിപ്പിണ സിനിമയാണ്, അതിനകത്ത് വ്യാജ വൈദ്യനായിട്ട് ശ്രീനിവാസം വന്നിരിക്കും. ജഗദീഷ് ശ്രീകുമാർ പോയിട്ട് അപ്പുറത്തോട്ട് തുളസിയിലയും കുറേ പാരസെറ്റാമോൾ ഇതെല്ലാം കൂടി ഇടിച്ച് കലക്കി കൊടുക്കും. അതുപോലെയാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇവന്മാർ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന സാധനമാണ് കാണിക്കുന്നത്. ഇന്ത്യയിൽ ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ പോലും ഇവന്മാർ ഇറക്കുന്നില്ല. വേറൊരു കോമഡി, പിക്കപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എല്ലായിടം പോയി കഴിഞ്ഞാൽ ഇത്രയും ക്ലബ്ബുകളുണ്ട്. എല്ലാമാരുടെയും ക്ലബ്ബിൽ പോയി ഇഷ്ടം പോലെ ന്യൂട്രീഷൻ്റെ ഫുഡ് ഇരിപ്പുണ്ട്. ഇത്രമാത്രം ഫുഡ് ഇറങ്ങി വരാൻ എവിടെയാണ് ഇത്ര കൾട്ടിവേഷൻ നടക്കുന്നത്? ഇവന്മാരുടെ ഏക്കർ കണക്കിന് അവർ കൾട്ടിവേറ്റ് ചെയ്ത് സയൻറ്റിസ്റ്റ് ഇങ്ങനെ തപ്പിപ്പറക്കി ഈ പൊടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കലക്ട് ചെയ്ത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ഇത്രയും സ്പീഡ് ഇത്രയും വരുന്നത്? ലോകത്ത് പോസിബിൾ അല്ലത്. ഇങ്ങനെ ആൾക്കാരെ കൺവിൻസ് ചെയ്യും പണത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ. കാരണം തുടക്കത്തിൽ കിട്ടുന്ന 2 ആഴ്ചയിലെ റിസൾട്ടാണ് ഇവന്മാർ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഈ മഞ്ഞളിപ്പ് കാണിച്ച് കുടുംബം നശിപ്പിക്കുന്ന ഒരു അവസ്ഥ എത്തിക്കുന്നത്. എത്ര ആൾക്കാർ കുടുംബം നശിപ്പിച്ചെന്നറിയോ? ഒരു ഡോക്ടറിന് ലിവറിന് പ്രശ്നം വന്നു, എൻ്റെ അമ്മയ്ക്ക് പ്രശ്നം വന്നു, മരിച്ച രോഗികളുണ്ട്, ഇത്ര ആൾക്കാരുണ്ട്. ഒരു മനുഷ്യൻ പോലും പുറത്തു വന്ന് പറയാത്തത്, കുടുംബത്തെ പേടിച്ചോ ജീവനെ പേടിച്ചോ പറയാത്തത്. എനിക്ക് ആ പേടിയില്ല. ഈ ഒരു സത്യം ഞാൻ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പേരിൽ എൻ്റെ ജീവൻ പോയാലും എനിക്ക് കുഴപ്പമില്ല. ഇത് സമൂഹം അറിയണം. ഞാൻ ബിസിനസ് ഉണ്ടായതുകൊണ്ട് ശത്രുതയുടെ പേരിലല്ല ഇതാവുന്നത്. എനിക്ക് ശത്രുത ഉണ്ടാവേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ജീവിക്കാൻ വേറെ വകുപ്പുണ്ട്. എനിക്ക് ഇതിൻ്റെ പൈസ കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയില്ല. ഞാൻ എൻ്റെ അമ്മയുടെ ഹെൽത്തിന് വേണ്ടി ഇറങ്ങി വരുന്നതാണ്. പക്ഷേ ഇത് നടക്കുന്ന ചതി, ഇൻഡയറക്റ്റായിട്ട് ജനങ്ങളെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഇവനത് പിടിച്ചിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇത് ആംബേ പോലുള്ള കമ്പനികൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞാണ് ഇറക്കുന്നത്. ഇത് അങ്ങനെ പറയാതാണ് ഇറക്കുന്നത്. രണ്ടാമത്തെ ചതി, ഇതിനകത്തിരിക്കുന്ന ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നവന് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. വെൽനസ് കോച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ ഇവന്മാരുടെ? സർട്ടിഫിക്കറ്റ് ഇല്ല. ഇവന്മാർക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഒരു സിവിയറായിട്ടൊരു പേഷ്യൻറ്റ് ക്രിയാറ്റിന് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ പറയും സാർ ഡോക്ടറുടെ ആവശ്യമില്ല, നമ്മൾ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ കലക്കി കൊടുക്കും. ഇവൻ ഏതെങ്കിലും രീതി അതിൻ്റെ സിംറ്റമായിട്ട് മാറി വന്ന് എന്ത് ചെയ്യും? പല ആൾക്കാർക്കും പല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ബോഡിയിൽ. ഈ കോമൺ സെൻസ് ഇല്ലാത്തവന്മാരെ ഇത് നടത്തുന്നത്. ഇവനൊരു IMOയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ഗവൺമെൻറ് ഉത്തരവാദിത്വമില്ല. ഞാൻ എവിടെയൊക്കെ കൊണ്ട് പരാതി കൊടുത്തു പറയും, മുഖ്യമന്ത്രി, ഹെൽത്ത് മിനിസ്റ്റർ എല്ലാവർക്കും കൊണ്ട് പരാതി കൊടുത്തു. എനിക്കല്ലാതെ വേറെ വഴിയില്ല. ഇത് സമൂഹത്തിൽ മിനിസ്റ്റീരിയൽ ലെവലിൽ എത്തിയാൽ മാത്രമേ ഇവനൊരു മാനദണ്ഡം വെച്ച് ഈ ഫുഡ് എടുക്കാവൂ. ബിസിനസ്സിൻ്റെ പേരിൽ നടക്കരുത്. പല പത്രങ്ങൾ പോലും ഇതിൻ്റെ പരസ്യം ഫ്രണ്ട് പേജ് കൊടുക്കുകയാണ്, കോടികൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയുന്നുണ്ടോ ഇത്?
എന്താ അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നതെന്ന്. എൻ്റെ അഭിപ്രായം വിഭൂനിധി ഒരു +2 തോറ്റ ഒരു വ്യക്തിയാണ്. പുള്ളി ഒരുപാട് സാധാ ബിസിനസ്സുകൾ നടത്തി. ഇയാൾക്ക് ഒരുപാട് വണ്ണം ഉണ്ടായതുകൊണ്ട് ഇയാൾ ഇതുപോലെ ഈ വണ്ണം കുറച്ചപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലായി. ഇയാൾ അവിടെ ഇത് ചെയ്ത് വന്ന ഒരുത്തനാണ്. അങ്ങനെ ഇയാളുടെ ഒരു സുഹൃത്ത് ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നപ്പോൾ ഇയാൾ അവിടെ ഒരു ഹെൽത്ത് സെമിനാർ എടുക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ അവിടെ ആ വിളിപ്പിച്ചവനെ വരെ കുതുകാല് വെട്ടി ആ ഗസ്റ്റുകളെ സ്വന്തമാക്കി. അങ്ങനെയാണ് ഇവനിവിടെ മൊത്തവും സ്പ്രെഡായത്. കാരണം മലയാളികളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് തുടക്കത്തിൽ ഇങ്ങനെയുള്ള ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞ്. ഇതിലെ ബേസിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. അതായത് ഞാൻ ക്ലബ്ബിൽ വന്നിരിക്കുക ആദ്യമായിട്ട്, ഓപ്പോസിറ്റ് ഒരു വയസ്സായ ഒരു അമ്മയിരിക്കും, ഒരു മകനിരിക്കും. എന്നിട്ട് ഇവർ വന്ന് പറയും ആ അമ്മ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി, അമ്മയുടെ മുട്ടുവേദന മാറി, കാലുവേദന മാറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് റിസൾട്ട് പറയും. ഇങ്ങനെ നമ്മൾ ഇമോഷണൽ ട്രാപ്പിലാക്കിയാണ് ആൾക്കാരെ ഈ ബിസിനസ്സിലേക്ക് ഇറക്കുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം, ഇവർ എല്ലാ സെമിനാറുകൾക്കും ഈ അമേരിക്കയിൽ പണ്ട് ഇങ്ങനെ ഒരു കൃഷിപ്പാടത്തോട് ഇങ്ങനെ ഉണ്ടാക്കുന്നതും കുറേ ആൾക്കാർ ഇങ്ങനെ കിടന്ന് കലക്കുന്നതും ഇങ്ങനെയുള്ള വീഡിയോകളാണ് ഇറക്കുന്നത്. ഈ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്, ഇത് ഏത് വഴിയാണ് എത്തുന്നത്, അങ്ങനെ ഇങ്ങനെയൊന്നും ഇവർ ഇതുവരെയായിട്ടും പുറത്ത് വിട്ടിട്ടില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ക്യാൻസർ രോഗികളെ ഇവർ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ക്യാൻസർ രോഗികളെ ഫോക്കസ് ചെയ്ത് ഓരോരോ RCC സെൻ്ററുകളിൽ പോയിട്ട് ഞാൻ ഡോക്ടറാണ്, ഇന്ന ആൾക്കാർക്ക് ക്യാൻസർ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. RCCയിലെ ഡോക്ടർമാരെ വരെ ഇവർ സ്വാധീനിച്ച് വെച്ചിട്ടുണ്ട് രോഗികളെ റെഫർ ചെയ്ത് വന്നെങ്കിൽ ഇത്രയും പൈസ തരാമെന്നുള്ള സ്വാധീനിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ സ്റ്റേജിൽ വന്ന് പറയുന്നത് എൻ്റെ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ മാറി. അത് കണ്ടിട്ട് 25 RCCയിലെ ഡോക്ടർമാർ വന്നെന്ന് പറയും. ഉടനെ സ്റ്റേജിൽ നിന്ന് കയ്യടി. അങ്ങനെ വിഭൂനിധിയുടെ ഹെഡ് അങ്ങനെ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ്സാണ്, ഓരോ ഓർഗനൈസേഷൻ പോലെ. ഇപ്പം ഞാൻ ചേർന്ന് കഴിഞ്ഞാൽ കൂടുതലാക്കി ചേരാം, അടുത്താക്കി ചേരാം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഹെഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അവനോ ബിസിനസ് ചെയ്ത് അവനവനുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് ഉള്ളത്. ഇത് ലോകത്ത് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 45 വർഷത്തോളമായി. അമേരിക്കയിലാണ് ഇത് ഇറങ്ങിയത്. അമേരിക്കയിൽ ഇറങ്ങി ഇത് ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോൾ ഇത് പൂട്ടി. വീണ്ടും ഇവർ ഫൈൻ അടച്ച് വീണ്ടും തുറപ്പിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് മെഡിക്കലി ഞങ്ങൾ പാലിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തുറപ്പിക്കുക അങ്ങനെ കോടിക്കണക്കിനുള്ള പൈസ അടച്ചും കേസ് നടത്തിയാണ് ഇവർ വീണ്ടും ഇത് അമേരിക്കയിൽ പോലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ ജനസംഖ്യ അറിയാമല്ലോ, അവിടെയാണ് ഏകദേശം ഇവർ നമ്പർ 1 ആയിട്ട് നിന്നത്. ഇന്ത്യയിൽ വന്നിട്ട് 25 വർഷമേ ആയുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏകദേശം 14 ലക്ഷത്തോളം ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് മാത്രമായിട്ടുണ്ട്. അവർ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇതുള്ളത്. 2000 കാലഘട്ടങ്ങളിൽ വരെ ഇവർ ഈ ആയുർവേദ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് വിൽപ്പനയായിരുന്നു പരിപാടി. പിന്നെ ഇവർക്ക് മൾട്ടി ലെവൽ എന്നുള്ളൊരു ബുദ്ധി വന്നതോടെ ഇത് ഒരു ക്ലബ്ബിൽ നടത്തി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ കിട്ടും, അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ഇതിനകത്ത് പിടിച്ചിടാമെന്ന് പറഞ്ഞാണ് ഈ ന്യൂട്രീഷൻ ക്ലബിൻ്റെ കോൺസെപ്റ്റ് വന്നത്. പക്ഷേ ഈ കമ്പനിക്ക് ബുദ്ധി ഉണ്ടായിട്ട് കമ്പനി എന്ത് ചെയ്തു, ഇവർ ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ നടത്താവൂ, ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്ന് എഴുതി വെക്കുകയും ഇങ്ങനെയുള്ള ആൾക്കാരെ നടത്തിക്കാനും വെച്ചിരിക്കുന്ന ഉഡായിപ്പാണ് കാണിക്കുന്നത്. അദ്ദേഹം എന്തിനാണെന്നറിയോ ജീവൻ കൊടുത്തത്, അത് ഇപ്പോഴും വ്യക്തമല്ല. നമുക്ക് വേണ്ടിയാണ് ജീവൻ കൊടുത്തതെന്നാണ് പറയുന്നത്. ഇവരുടെ കഥ ഭയങ്കര കോമഡിയാണ്. അതായത് മാർഹ്യൂസിൻ്റെ അമ്മയ്ക്ക് 36ാമത്തെ വയസ്സിൽ മാർഹ്യൂസിൻ്റെ അമ്മ മരിച്ചു. എന്തുകൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ആ സ്ത്രീ ഒരുപാട് ടാബ്ലറ്റുകൾ കഴിക്കുകയും അങ്ങനെ വണ്ണം കുറയുകയും അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റാതാവുകയും ചെയ്തുകൊണ്ട് അവർ മരിച്ചുപോയി. ഇതിൻ്റെ വിഷമത്തിലാണ് മാർഹ്യൂസ് ഒരു മകൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അപ്പോഴൊക്കെ അങ്ങ് സെൻറ്റിമെൻറ്റ്സ് പറയുകയാണ്. മകൻ എന്നുള്ള രീതിയിൽ ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത്. മാർഹ്യൂസിൻ്റെ പ്രായം 18 വയസ്സ്, അമ്മ മരിച്ചപ്പോൾ 36 വയസ്സ്. അപ്പോൾ എന്താ അമ്മ എന്തുമായിരുന്നു, പോസ്കോ കേസിലെ ഇതായിരുന്നു, 15ാമത്തെ വയസ്സിലൊക്കെ കല്യാണം കഴിച്ചത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പോകുമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് അതിനുശേഷം ഇവർ പറയും മാർഹ്യൂസ് 40ാമത്തെ വയസ്സിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്. അപ്പോൾ ഞാൻ ഈ വിഷയമൊക്കെ ആയി. അപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ അന്തം വിട്ട് ഇപ്പോൾ നമ്മളൊരു പാർട്ടിയിൽ വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്താണ്, വേറെ ഒന്നും ചിന്തയില്ല, നമ്മൾ ശരിയും ആ പാർട്ടിയിലുള്ള കാര്യം മാത്രം ചിന്തിക്കും. ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അങ്ങ് കിടക്കും. ഞാൻ എൻ്റെ അമ്മയുടെ വിഷയം വന്ന് ഇതിന് മാറി ചിന്തിച്ച് ഇതിൻ്റെ കാര്യങ്ങളെ തപ്പിയപ്പോഴാണ് മനസ്സിലായത്, ഗൂഗിളിനകത്ത് വരെ അടിച്ചിട്ടുണ്ട് ഇയാൾ സൂയിസൈഡ് ചെയ്തതെന്ന് കേൾക്കുന്നുണ്ട്. 2 ഇയാൾ ഓവറായിട്ട് ഡ്രഗ് അടിച്ചു കയറ്റി, ഈ ഫുഡിൻ്റെ സാധനം തന്നെ അടിച്ചു കയറ്റി തട്ടിയതാണെന്ന് കേൾക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളുമാണ് മെയിനായിട്ടുള്ള എവിഡൻസ് ഉള്ളത്, സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഇതിൽ വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആരോഗ്യമുള്ള പയ്യന്മാരെ ഇവർ നല്ല രീതിയിൽ ക്യാൻവാസ് ചെയ്ത് 5-10 കിലോയുള്ള പയ്യന്മാരെ ഒരു 6-7 കിലോ കുറച്ചിട്ട് എന്ത് ചെയ്യും, ഇവനോട് ഈ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയൊക്കെ പറഞ്ഞുകൊടുത്ത് ഇവനെയും കൊണ്ട് തന്നെ കറങ്ങിയുള്ള കടകളിൽ പോയിട്ട് ബീഫ്, പോത്ത് ഇതെല്ലാം തീറ്റിച്ച് വണ്ണവും കൂട്ടിച്ചിട്ട് അവനോട് പറയടാ നീ വണ്ണം കൂടിയല്ലോടെ, നീ ആ സപ്ലിമെൻ്റ് എടുക്കുക ഈ സപ്ലിമെൻ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെയും കൊണ്ട് പൈസ ചിലവാക്കിപ്പിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഫ്രോഡ് പരിപാടികളാണ് നടക്കുന്നത്. കൺവെൻഷൻ സെൻ്ററുകളിൽ ഇവർ കൊടുക്കുന്ന ഫുഡ്, പൊറോട്ട, ചിക്കൻ വറുത്തത്, ഇതൊക്കെയാണ് ഇവർ
ഇവർ പുറത്ത് ഇത് പറയുകയും ചെയ്യും. മറ്റേ നന്ദന സിനിമയിൽ കുമ്പിടിയായിട്ട് ജഗതി രാവിലെ സ്വാമിയായിട്ടിരിക്കുകയും ചെയ്യും, രാത്രി ചെന്നിട്ട് ഇതേ പരിപാടിയാണ് നടക്കുന്നത്. അത്രയും സിമ്പിളായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഉടായ്പാണ് നടക്കുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് ചിന്തിച്ച് ഇവ ചെയ്യാൻ നടക്കുന്ന കാര്യമില്ല. എനിക്ക് വേണമെങ്കിൽ ഈ ബിസിനസ് നിന്നിട്ട് നല്ല പൈസ ഉണ്ടാക്കാമായിരുന്നു, വരുന്ന ആൾക്കാരെയൊക്കെ ട്രീറ്റ് ചെയ്തില്ല പൈസ ഉണ്ടാക്കി ചെയ്യാമായിരുന്നു. നമ്മുടെ മനസ്സാക്ഷി അനുവദിക്കാത്തതാണ് മെയിനായിട്ടുള്ള പ്രശ്നം.